ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ അവിടുത്തെ കൊടും ചൂടിൽ നിന്ന് അവിടെ നല്ല തണുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ശ്രീനഗർ 2ാം ദിവസം. അപ്പോൾ ഇത് ശ്രീനഗറിലെ എന്താണ് 4 ഡിഗ്രിയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ നേരത്തെ ഇവിടെ ഈദ്ഗാ ആണ്. ഈ പിന്നിലുള്ള ഗ്രൗണ്ട് കാണുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ ശ്രീനഗറിലെ. എത്ര വലുതാണ്ട്, എത്ര വലുതാ കണ്ടോ? അതാണ് ശ്രീനഗറിലെ ഈദ്ഗാ. അവിടെ നിറയെ കുതിരകളൊക്കെ നിൽക്കുന്നുണ്ട്. ഒക്കെ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഇതില് കണ്ടോ, ഇതിലാണ് ഇനിയിപ്പോൾ റംസാൻ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഓരോ ടെമ്പററി ബിൽഡിംഗ് ടൈപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടാണ് വലിയ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതിപ്പോൾ എന്താ തുടങ്ങാറായില്ലേ, അതിൻ്റെയൊക്കെ പരിപാടികളാണ് ഇവിടെ കേട്ടോ. ആൾക്കാർ ഇപ്പം നടക്കണമൊക്കെ ഉണ്ട് ഈ ഗ്രൗണ്ടിൽ, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, രാവിലെ പുറത്തിറങ്ങിയതാ. അപ്പോൾ ആദ്യത്തെ കാണിച്ചു തരട്ടെ. ഇനി എവിടേക്കാണ്? സോൻമാർഗിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ ഇവിടുത്തെ വീടുകൾ പിന്നിൽ അല്ലേ? നല്ല തണുപ്പാ, മൂക്ക് എല്ലാ ചൊകച്ചൊകന്നായിട്ടുണ്ട് തണുത്തിട്ട്. പക്ഷെ നല്ല രസമല്ലേ നമ്മുടെ നാട്ടിലത്തെ ചൂടുന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയപ്പോഴേ അല്ലേ. അപ്പൊ ഇന്ന് എന്തൊക്കെ ഉണ്ടാവുമെന്ന് സെക്കൻഡ് ഡേയുടെ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഡേയുടെ ഇന്നലത്തെ എടുത്തിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഓരോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മുഴുവനും എല്ലാം വെച്ച് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയും ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നാൽ എങ്ങനെ താമസിക്കാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടേ അപ്പോൾ ഇങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ. എന്നാ ശരി, ഞാൻ കാണിച്ചു തരാം കേട്ടോ അന്നത്തെ എന്തൊക്കെ പരിപാടി. അയാൾ പ്രഭാത കർമ്മങ്ങൾ നടത്തണേ ഉള്ളൂ. അതാ കണ്ടോ അവിടെ നോക്കിയ കുതിരകളെ ഇല്ലേ? ഈ ഗ്രൗണ്ട് അതിനുള്ളത്. ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാം നടത്തുന്ന പരിപാടിയാണ് കണ്ടോ. ഇതാണ് ഈദ്ഗാ ഇവിടുത്തെ. അവിടെ ഒരു ബിൽഡിങ് കെട്ടുന്നുണ്ടോ? അത് ഇവിടെ കണ്ടില്ലേ? ടെമ്പററി ആണോ അത്? അല്ലല്ല, അതന്നെ ടെമ്പററി. കണ്ടോ അവിടെ സ്റ്റേജ് മാതിരിയൊക്കെ അവിടെ നിന്നിട്ടാണ് ആൾക്കാർ മൗലവിയൊക്കെ പറഞ്ഞു കൊടുക്കുക. അതാ ആൾക്കാർ വാക്കിങ്ങിനൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടുത്തെ ആൾക്കാർ. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇവിടെ ഇതുവരെയാണ് ശ്രീനഗർ. ഇത് ശ്രീനഗറിന്റെ എന്താണ് ബോർഡറാണ്. ഇനി ഞങ്ങൾ സോൻമാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ടതാ. കണ്ടോ ഇവിടെയൊക്കെ കണ്ടില്ലേ? തിൻ ഷീറ്റാണ് കണ്ടോ, മുകളിലെ വീടുകളുടെ നോക്കൂ, കണ്ടില്ലേ? അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് വീഴുമ്പോൾ എന്താണ് താഴത്തേക്ക് പോകാൻ വേണ്ടി, നമ്മളുടെ അവിടെ മഴ വരുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് എന്നാക്കണു ഇത്. പക്ഷെ നമ്മളുടെ ആ നമ്മുടെ ഷീറ്റാണ് ഇത് കേട്ടോ, ഓടല്ല. അവിടെ ഓടാണ് നമ്മളുടെ അവിടെ, ഇവിടെ ഷീറ്റാണ്. ചിലരൊക്കെ ഓട് പതിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഇത് ഓട് തന്നെയല്ലേ? കണ്ട ചിലർ ഓട് പതിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഇങ്ങനെയാണ്. പക്ഷെ വീടുകളുടെ ആകൃതിയൊക്കെ നമ്മളുടെ അവിടുത്തെ മാതിരിയാണ്. കാരണം സ്നോ ഫോളൊക്കെ ഉണ്ടാവുമ്പോഴേ താഴത്തേക്ക് വീണ് പോണ്ടേ അതിന്. ഇതാ 2 മൈനെ കണ്ടോളൂ കേട്ടോ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്നാവട്ടെ. എന്തൊക്കെ വിശ്വാസം അല്ലേ? ഇത് കണ്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞ സ്റ്റേജ്. ഇവിടെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ റംസാൻ തുടങ്ങുമല്ലോ, അപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് എന്ത് വിഷനോ? ഓ ശരിട്ടോ, ശരി വന്നുവാ പിന്നെ പോണ വഴിക്ക്, സോൻമാർഗിലേക്ക് പോണ വഴിക്ക് എന്താണ് ഗന്ധേർബൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, തുൽമുള്ള വില്ലേജ് ആണ് കേട്ടോ അത്. അതിൽ പേര് നോക്കി വായിക്കണേ. അവിടെയുള്ളൊരു പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് മാതാ ഖീർഭവാനി. ഖീർഭവാനി എന്ന് പറയുന്നുണ്ട്, ക്ഷീർഭവാനി എന്ന് പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുന്നതൊക്കെ ചിനാർ മരങ്ങളാണ്. ചിനാർ മരങ്ങൾ എത്ര പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവനും, പിന്നെ റോഡ് സൈഡിലും ഈ ചിനാർ മരങ്ങൾ കാണാം കേട്ടോ. അതാണ് ഇവിടുത്തെ മരം. ഇതുകൊണ്ടാണ് അവർ തരും. ഇതും കൊണ്ടുപോയിട്ട് അവിടെ ചടാനെഗിലി എന്ന് പറഞ്ഞിട്ട് കണ്ടോ, പാലാണ് സാധനം, പാലും വെള്ളം. ഇവിടുത്തെ ഈ പ്രസാദവും കാര്യങ്ങൾ. ഇതാ അമ്പലം. അപ്പോൾ അതിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കൊണ്ടുപോയിട്ട് ഇതൊക്കെ കൊടുക്കട്ടെ കേട്ടോ. ഇതിന് 40 രൂപ. അവർക്കും ഇവിടെ അധികം ആൾക്കാരൊന്നും വരുന്നില്ലല്ലോ. ഇത് ടൂറിസ്റ്റുകളാണ് അധികം വരിക കേട്ടോ. നോക്കട്ടെ. ഒരു കുളത്തിൻ്റെ നടുവിലാണ് കേട്ടോ പ്രതിഷ്ഠ. കുഞ്ഞി അമ്പലമാണ് അത്. ഭവാനി ദുർഗാദേവിയുടെ ഒരു രൂപമാണ്, ദുർഗാദേവി തന്നെ.
അപ്പം അത് രാജാ പ്രതാപ് സിംഗ് 1912 നിർമ്മിച്ചിട്ടുള്ളത് അത്. അപ്പം കണ്ടോ 4 പുറം വെള്ളം, ഇതിയാണ് പൂജാരി പോവുക. ഈ മരത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ടോ, അത് കൂടെ പൂജാരി ഉള്ളിൽ പോയിട്ട് പൂജിക്കും. അപ്പം ഇതിൽ ഈ കളറ് മാറും എന്നാണ് ഇതിൻ്റെ, ഈ വെള്ളത്തിൻ്റെ കളറ് മാറത്രേ. നന്നല്ലാത്ത സമയം എത്തിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ബ്രൗണോ ആവും എന്നാണ് പറയുന്നത്. പച്ച സമയമാണെങ്കിൽ നല്ലതാണത്രേ. അങ്ങനെ തൊഴുതു പോവുകയാണ്. സോൻമാർഗിലേക്ക് ഉള്ള വഴിയാണ് ഇത് കാണുന്നത്. നല്ല മഞ്ഞ് മൂടിയിട്ട് തന്നെ കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ. അങ്ങനെയൊന്നും അല്ലാണ്ട് നല്ല തണുപ്പും. അപ്പോൾ പോയിട്ട് മൈനസിലേക്ക് പോവുകയാണ് ഓരോ സ്ഥലത്ത്. അപ്പം ഈ സോൻമാർഗിലേക്ക് എത്തുമ്പോഴേക്ക് കുറച്ചും കൂടി ആവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹൈവേ, പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇത് ഗന്ധേർബൽ എന്ന് പറയും. ഗന്ധേർബൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണിത്. അത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ദൂരത്ത് കാണുന്ന മലകളൊക്കെ കണ്ടില്ലേ, ഇത് ഇവിടുത്തെ മാർക്കറ്റ്. ഇതാണ് ഗന്ധേർബലിലെ മാർക്കറ്റാണ്. അപ്പോൾ സോൻമാർഗിലേക്ക് ഒരു 45 കിലോമീറ്റർ ഇവിടുന്ന് ഉണ്ട് ഈ ഗന്ധേർബലിൽ നിന്നാണ് പറയണത്. 45-55 വരെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കാൻ വല്ല ധാബ കണ്ടു കഴിഞ്ഞാൽ കയറാമെന്ന് പറഞ്ഞിട്ട് കണ്ടോ ദൂരത്ത് മഞ്ഞ് വീണിട്ടുണ്ട്. എങ്ങനെയാണ് സോൻമാർഗിൽ എത്തുമ്പോൾ എന്നറിയില്ല. ഇവിടുന്ന് കാണുന്ന മലകളുടെ മുകളിലൊക്കെ മഞ്ഞ് വീണാതാണ് കാണുന്നത്. സ്നോഫാൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് സ്നോഫാൾ കാണാൻ പോണതിൻ്റെ ഒരു ഇതിലാണ് എൻ്റെ കൂടെയുള്ള മഹതി. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നല്ല ഉഗ്രം പനീർ പൊറോട്ട. എന്താ ഒരു രസം! പനീർ പൊറോട്ടയും ആലു പൊറോട്ടയും ഒക്കെ നന്നായിട്ടുണ്ട്. ഉഗ്ര അപ്പം തന്നെ ഇങ്ങോട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി തരുമ്പോഴേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ശരി, നമ്മളിനി ഈ വഴി കൂടെ വയറൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം വന്നു കേട്ടോ. ഈ വഴി കൂടെ നേരെ പോണത് സോൻമാർഗ് സുരംഗ് എന്ന് പറയും, സോൻമാർഗ് ടണൽ. അപ്പോൾ അത് 6.5 കിലോമീറ്റർ ദൂരമാണ് ഈ ടണൽ. ഇപ്പോൾ ഈ ജനുവരി 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് കാരണം നമ്മളുടെ പട്ടാളക്കാർക്കാവട്ടെ ടൂറിസ്റ്റുകൾക്കാവട്ടെ ഒക്കെ നല്ലൊരു പരിപാടിയാണ് ഇപ്പോൾ ഈ ഒരു ടണലുണ്ട്. കാരണം ഈ 3 മണിക്കൂറിൻ്റെ യാത്ര 20 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യാൻ പോണത്. ഈ സൈഡിലത്തെ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ റോഡൊക്കെ ക്ലിയർ ആയിട്ട്. ഇത് നേരെ ഈ എന്താണ് തുരങ്കത്തിൻ്റെ അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ നേരെ ഐസാണ് കാണാൻ പോണത്. അവിടെ എത്തി നമ്മൾ ഇത് കുതിരയെ എടുക്കണം. കുതിരയ്ക്ക് നല്ല വിശക്കണം കേട്ടോ, ഭയങ്കര 3000-4000 ഒക്കെയാണ് പറയുക. നമ്മൾ 1500-ന് ഒരു കുതിര കൊണ്ടുവരാം. ഗ്ലേഷ്യറിൽ മുകളിലേക്ക് പോകണ്ടേ, അല്ലാണ്ട് വഴിയൊന്നുമില്ല. അത്രയും നടക്കാൻ വയ്ക്കണവരാണെങ്കിൽ ഓക്കെ, സമ്മറിൽ വരുന്നവർക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ, വരാം. ഇപ്പോൾ ഈ ഐസിൽ അപ്പോൾ ഇതാ നമ്മൾ കുതിരപ്പുറത്ത് പോവുകയാണേ. ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത് കേട്ടോ, എൻ്റെ ഫ്രണ്ടും മോളും. അപ്പോൾ മോള് പറയായിരുന്നു, ഞാൻ ഇതിലേക്ക് നോക്കാൻ പറഞ്ഞു. മോള് പറയാം നോക്കണം എന്നൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയും കൊണ്ട് നോക്കാൻ പറ്റുന്നില്ല എന്ന്. കയ്യും വന്ന് വിടാൻ വയ്യ. ഇതാ മുകളിലെത്തി. ഇതാണ് ഇവിടേക്കാണ് ഇപ്പോൾ കുതിരപ്പുറത്ത് വന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും വേനലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിറയെ ട്രീസും നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കും. ഈ നദിയൊക്കെ ഉണ്ട്, ഒഴുകുന്നുണ്ട്, എല്ലാം കാണാം. അറ്റത്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ കാർഗിലിൻ്റെ അത് ബോർഡർ കാണാം, എല്ലാം കാണാം. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം സ്നോ മൂടി കിടക്കൊണ്ട് കണ്ടോ, എന്നിട്ടും കൂടി വെള്ളം ഒഴുകുന്നുണ്ട്, കണ്ടില്ലേ ഇത് നടുവ് കൂടെ. അപ്പോൾ ഇപ്പോൾ വേറൊരു ഭംഗി, സമ്മറിൽ വന്നാൽ വേറൊരു ഭംഗി. അപ്പോൾ സമ്മറിലാണെങ്കിൽ നമുക്ക് ഈ കുതിരയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നടന്നു വരാൻ പറ്റുന്നവർക്ക്, നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ട്രക്കിംഗ് ആയിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ്, വഴുക്കി വീഴുക ഇത് കൂടെ, സ്നോ കൂടെ. അപ്പോൾ അത് അവർക്ക് അറിയാം, നല്ല ഇത് സീസണാണ്. അപ്പോൾ അത് കാരണം നല്ലോണം പൈസ പറയും. 4000 രൂപ പറഞ്ഞിട്ട് ഞങ്ങൾ 1500-ന് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. പിന്നെ ഒരു 100 രൂപയും കൂടി എക്സ്ട്രാ അതവർ വാങ്ങുകയും ചെയ്യും. അതെപ്പോഴും ഉണ്ട് പരിപാടി, അവർ കൂടുതൽ വാങ്ങും അങ്ങനെ. അപ്പോൾ ഇതാണ് ഈ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടി ദൂരത്തേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെ വലിച്ചിട്ടും വരും കേട്ടോ ആൾക്കാർ. അത് പ്രശ്നമൊന്നുമില്ല അവർക്ക് നല്ല ഇതാണല്ലോ, ഇവിടെ പ്രാക്ടീസ് അല്ലേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ, വിറച്ചിട്ടുള്ള നമസ്കാരം. കണ്ടോ എൻ്റെ പിന്നിലൊക്കെ ഐസാണ്. ഇത് സോൻമാർഗിലാണ് ഞങ്ങൾ. പിന്നെ 2ാമത്തെ ദിവസം കേട്ടോ ഇന്ന്. അപ്പോൾ വന്ന് സ്നോഫാൾ കാണാൻ പറ്റുമോയെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. വന്നപ്പോൾ ഫുള്ള് സ്നോ. എന്താ ഒരു ഭംഗി അറിയോ, നല്ല ഇതിൽ ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഗ്ലേഷ്യർ, അതിലേക്ക് നമ്മൾ കുതിരപ്പുറത്ത് വന്നു. കുതിരപ്പുറത്ത് വന്നിട്ട് അവർ നമ്മളെ വിട്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സമയവും തന്നിട്ട് ഇത് കണ്ടോ. ഓ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാ തോന്നില്ല, ഇതാകട്ടെ സോഫ്റ്റ് തോന്നും, നല്ല കട്ടിയൊക്കെ ഉണ്ട്. കണ്ട നല്ല കുടുകുടുണ്ടല്ലേ. അപ്പോൾ കുറേ കാലത്ത് കാലക്കുള്ളിലേക്ക് പോകുന്നുണ്ട്. കുറേ കാലത്ത് വിചാരമായിരുന്നു ഒന്ന് വരണം, ഡാൻസ് കളിക്കുന്നിട്ടല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അത്യാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതായിട്ട് കാണേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു
കുറച്ച് വീഡിയോസ് ഇടാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണൂ കേട്ടോ. ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ സമയത്ത് ഓരോ തരം, എല്ലാ സമയവും ഇവിടെ നല്ലതാണ്. അപ്പൊക്കെ ഓരോന്ന് കാണാനുണ്ടാവും. ഇതിപ്പോൾ സ്നോഫോളാണ്, സ്നോ എല്ലാം കാണാം, ഫുള്ള് വെള്ളയാണ് എല്ലാവിടെയും. അങ്ങനെ അതാണ്. പിന്നെ മരങ്ങളൊക്കെ ഇലയൊക്കെ പൊഴിച്ച് നിൽക്കുകയാണ്. ചിലത് കേട്ടോ, ഇതിൻ്റെ മുകളിലുള്ള കാറ്റാടി മരങ്ങളൊക്കെ ഇലയുണ്ട്, പക്ഷെ ബാക്കിയൊക്കെ മരങ്ങളെല്ലാം ഇലയൊക്കെ പൊഴിച്ചിട്ട് കറുത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഉണങ്ങി നിൽക്കല്ല. ഇനിയിപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഴുവൻ ഗ്രീൻ ആവും. അപ്പോൾ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലവർ സീസണാണ്, ഫ്ലവറിങ് ഒക്കെയാണ്, നല്ല സീസണാണ്, ഏപ്രിൽ മെയ് ഒക്കെ. പക്ഷെ ഭയങ്കര തിരക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ സമയത്ത് ഓരോരുത്തർ വരികയാണ്. അപ്പോൾ അതും കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ കളറാവും, എല്ലാം ബ്രൗൺ ആയ സമയം. അത് കഴിഞ്ഞാൽ റെഡായിട്ട് ഓറഞ്ചായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ നവംബർ ഡിസംബർ ഒക്കെ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാം. അതിനൊക്കെ ഓരോ തരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം കേട്ടോ. ഷോർട്സും ഇടാം, വലിയ വീഡിയോസും ഇടാം കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് സ്നോയിൽ വീഴണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. നമുക്ക് സ്വന്തം എടുത്തിട്ട് സ്വന്തം വീഴാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ബൂട്ടൊക്കെ നമ്മൾ താഴത്തുനിന്ന് വാടകയ്ക്ക് എടുക്കണം. അപ്പോൾ അതിനും കുറേ പൈസ പറയും. റബ്ബറിൻ്റെ ബൂട്ടാണ്, നല്ല ഈ ഐസിൽ പോകാൻ അതേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 100 രൂപ, ഒരാൾക്ക് 100 രൂപ, അങ്ങനെയൊക്കെ ആഴത്തിൽ അങ്ങോട്ട് പോകും, നമ്മളുടെ പൂന്തി അങ്ങോട്ട് പോകും കാല്. അപ്പം അങ്ങനെ ഇവിടെ തലകുത്തി മറയിൽ കഴിഞ്ഞു. ഇനി താഴത്തേക്ക് പോവാം. താഴത്തെത്തിയിട്ടോ ഞങ്ങൾ. അപ്പോൾ നമ്മുടെ ചങ്ങാതി ഉണ്ടല്ലോ, സാരിയൊക്കെ കൊണ്ടുവന്നിരുന്നു, റെഡിമെയ്ഡ് സാരി. എന്നിട്ട് ആ സ്നോൻ്റെ അവിടെ തന്നെ നിന്നിട്ട് സാരി എല്ലാം ഉടുത്ത് ആള് റീലെടുത്തിട്ടുണ്ട്. എന്താ കണ്ടു, അത്ര ആഗ്രഹങ്ങളായിരുന്നു. എന്തായാലും സ്നോ കണ്ടത് നന്നായി, ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു അല്ലേ. എല്ലാവരും പറഞ്ഞു ഈ സമയത്ത് സ്നോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ, എന്നിട്ടും ഇപ്പം കണ്ടത് ഭാഗ്യമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആയിരിക്കാം ചിലപ്പോൾ അല്ലേ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഭാഗ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടണ്ടേ. ഇതാണ് ഇവിടുത്തെ ദൃശ്യം, കണ്ടോ. 4 പേർ അങ്ങനെ എടുക്കുമ്പോൾ എന്തൊരു ഭംഗിയാലേ കാണാൻ. പ്രധാനമന്ത്രിയുടെ സ്വാഗതത്തിൻ്റെ ബോർഡൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. കാരണം ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ, ജനുവരി 13 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത് സോൻമാർഗ് ടണല് ഇത് എന്തേ കണ്ടില്ലേ, രാഷ്ട്രക്കോ സമർപ്പിത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പോണ വഴിക്കാണ് കണ്ടു ഇങ്ങനെ വെള്ളം വീഴണം. വെള്ളം എങ്ങനെ അറിയോ, അടിയിൽ കൂടെ മാത്രമേ വരുന്നുള്ളൂ, മുകളിൽ കൂടെ വെള്ളമില്ല, മുകൾ ഭാഗം വെള്ളമില്ല. അപ്പോൾ നമ്മൾ ഈ എന്താണ് നല്ല ഉറവയാണ്, എന്തൊരു ഇതറിയോ, നല്ല ടേസ്റ്റാണ് വെള്ളം. മുകളിൽ നിന്ന് വരികയാണ്. ഏറ്റവും ആ മലകളൊക്കെ ഇല്ലേ, വലിയ മലകൾ, ഇവിടുന്ന് വരുന്നതന്നെ അറിയില്ല, അങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കാര്യം ഒരു അല്ലേ, അതിശയമായിട്ടുള്ള വല്ല കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അതുകൊണ്ട് ഇറങ്ങിയതാണ്. നമ്മൾ പോണ വഴിയാണ്. ഇനിയിപ്പോൾ നല്ല നേരം വൈകില്ല, വേഗം ഇരുട്ടാവും ഇവിടെ. അപ്പോൾ എന്തായാലും പോട്ടെ, നാളെ സ്നോഫോളൊന്നും ഇല്ലെങ്കിൽ കാണിച്ചു തരാം. ടാറ്റാ.